ആർക്കാണ്ട കോഴി സാമിയണ്ണനെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിച്ച് ആക്സിലേറ്റർ പോയി കിടക്കുക. മുറിഞ്ഞത് മതി, കോരിയിട്. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഇത്തരത്തിൽ സ്പൈസി നോൺ വെജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കാൻ ഇഷ്ടമായിരിക്കും നമുക്ക്. എങ്കിൽ പൈൽസ് ഉള്ള ഒരു രോഗിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ വളരെയധികം കൂടുന്നതായിട്ട് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ഡെഫിനറ്റ്ലി ഫൈബറിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. ഫൈബർ കണ്ടന്റ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്കത് കോൺസ്റ്റിപ്പേഷനിലേക്ക് വരാനും ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് മോഷൻ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കും നീങ്ങാറുണ്ട്. സോ അതുകൊണ്ടാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ വളരെയധികം കൂടുന്നത്. നമുക്ക് ഈ അൽഫാമും തന്തൂരിയും അതുപോലെ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ദാഹം അനുഭവപ്പെടാറില്ലേ? കാരണം ഇത്തരത്തിലുള്ള ഫുഡുകൾ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന സാധ്യത കൂടുതലാണ്. ഓൾറെഡി പൈൽസ് ഉള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഫുഡ് കൂടെ കഴിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തായാലും കൂടും. അതുപോലെ ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ, അതിൽ യൂസ് ചെയ്യുന്ന സ്പൈസസ്, അതുപോലെ പ്രോസസ്ഡ് മീറ്റ്, ഇതൊക്കെ നമ്മുടെ വയറിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിന് ഇറിറ്റേഷൻസും ഇൻഫ്ലമേഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൈൽസുമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വളരെ കൺട്രോളായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. വല്ലപ്പോഴും ഒരിക്കലെന്ന രീതിയിൽ മാത്രം കഴിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സാലഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിച്ചിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.